കഴിഞ്ഞ ടൂറിസം മന്ത്രി എന്താണ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊരു വികസനവും ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഇതിനകത്ത് നടക്കുന്നതെല്ലാം പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കൊച്ചു പിള്ളേരാണ് ഈ 10, 18, 20 വയസ്സായ പെൺകൊച്ചുങ്ങളായ ആൺകൊച്ചുങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായിട്ടിരുന്ന് കാണിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നാണം കെട്ട് വേണമെങ്കിൽ കണ്ണുപൊത്തി പോകണം. അതാണ് ഇതിനകത്തെ അവസ്ഥ. ഈ നാട്ടുകാരിൽ നല്ലൊരു പങ്ക് ആൾക്കാർക്കും വൈകുന്നേരം നടക്കാനൊരു സൗകര്യമുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ കുടുംബസമേതം ഇപ്പോൾ വരാൻ പറ്റാത്തൊരു സാഹചര്യം. ഇപ്പോൾ കഞ്ചാവ്, മയക്കുമരുന്ന് അതിൻ്റെ വിൽപ്പനയും ഉണ്ട്, അതിൻ്റെ ഉപയോഗമുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നടക്കുന്നുള്ള തെളിവ് നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ പലതും കണ്ടല്ലോ. സ്വന്തം സ്ഥലമാണ്, എന്നിട്ട് യാതൊരുവിധ വികസനവും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കൊഴിച്ചു മുമ്പ് സൂചിപ്പിച്ചതും ഒരു എല്ലാം കയ്യേറ്റങ്ങളാണ്. തീർച്ചയായിട്ടും മേയറാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ചവറ് വേസ്റ്റ് പിടിച്ചതോടുകൂടിയാണ് ഇവിടുത്തെ വികസനത്തിന് ഞങ്ങളൊരു തുടക്കം കുറിക്കുന്നത്. നമസ്കാരം. നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആക്കുളം കായലിൻ്റെ തീരവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വാർത്തയായി പുറത്ത് വിട്ടിരുന്നു. അതായത് ഞാനിപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. കായൽ പൂർണ്ണമായും കാട് കയറിയ സാഹചര്യം, അതുകൂടാതെ നടപ്പാതയും വലിയ രീതിയിൽ കാട് കയറിയ സാഹചര്യമാണുള്ളത്. അതായത് തലസ്ഥാനത്തെ സംബന്ധിച്ച് അതിമനോഹരമായ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാകേണ്ട സ്ഥലമാണ് ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനത്തിനും മറ്റും നിലവിലിപ്പോൾ വിനിയോഗിക്കപ്പെടുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. എന്തായാലും നഗരസഭ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ തയ്യാറാവുകയാണ്. നമ്മൾ ഇന്നലെ ചെയ്ത വാർത്തയിൽ പറഞ്ഞിരുന്നു. അതായത് ഈ ആക്കുളം കായൽ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഈ ഒരു മതിലിന് ഇപ്പുറത്തേക്ക് കോർപ്പറേഷൻ്റെ പരിധിയുമാണ് വരുന്നത്. അതായത് ആക്കുളം കായൽ വൃത്തിയാക്കേണ്ട പൂർണ്ണമായുള്ള ചുമതല വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കിഫ്ബി ഉൾപ്പെടെ ഫണ്ട് മുൻപ് ഇതിന് വകയിരുത്തിയിരുന്നു ഈ ആക്കുളം കായൽ വൃത്തിയാക്കുന്നതിന്. എന്നാൽ അന്ന് അത് വിനിയോഗിക്കാത്തത് മൂലം ആ ഫണ്ട് ലാപ്സായി പോവുകയായിരുന്നു. എന്തായാലും കോർപ്പറേഷൻ്റെ ഭാഗമായുള്ള ഈ ഒരു നടപ്പാത പൂർണ്ണമായും വൃത്തിയാക്കാനുള്ള നടപടി നിലവിലിപ്പോൾ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വാർഡ് കൗൺസിലർ ജയ രാജീവാണ്. അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിലവിലിപ്പോൾ ഈ ഒരു നടപ്പാതയിലെ കാടും മറ്റും എല്ലാം തന്നെ വൃത്തിയാക്കാനും അതുകൂടാതെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ കാടല്ല, കൊടുങ്കാടാണ്. ചെറിയ രീതിയിൽ നമ്മുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമ്മുടെ കോർപ്പറേഷൻ്റെ ചെറിയൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടക്കാനുള്ള ഒരു വഴികൾ തെളിച്ചു പോകാൻ മാത്രമേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ അകത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി കാണാം, ചെറിയ ഒരു കാര്യമല്ല, വലിയൊരു കൊടും കാടിന് സമമായിട്ടാണ് ഈ രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുന്നത്. കാരണം കഴിഞ്ഞ കാലാകാലങ്ങളായി ഈ ഭാഗത്തോട്ട് ഒരു സർക്കാരും തിരിഞ്ഞില്ല. കഴിഞ്ഞ ടൂറിസം മന്ത്രി എന്താണ് ചെയ്യുന്നുള്ളത് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. യാതൊരു വികസനവും ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ എന്തെങ്കിലും നഗരസഭയുടെ കീഴിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ യാദൃശ്ചികമായിട്ട് ഈ സ്ഥലം ശ്രദ്ധിക്കാനിടയായത്. കാരണം ഒരു മഴയത്ത് അർദ്ധരാത്രിയിലാണ് ഇവിടെ കോഴി വേസ്റ്റ് കൊണ്ട് തള്ളുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മേയർ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് ആ വണ്ടി വേസ്റ്റ് ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് വലിയൊരു നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയി. ആ സമയം മുതൽ നമ്മൾ ഈ സൈഡിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിട്ടൊരു തീരുമാനം നമ്മൾ അസോസിയേഷനും ഇവിടുത്തെ നാട്ടുകാരും ഉൾപ്പെടെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ കോർപ്പറേഷനുമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ആദ്യഘട്ട ശുചീകരണ പരിപാടികൾ നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. എന്തായാലും ഈ കായൽ വൃത്തിയാക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. തീർച്ചയായിട്ടും നമുക്ക് നഗരസഭയ്ക്കൊരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് നിന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ആക്കുളം നമ്മുടെ ഈ കായലിൻ്റെയും ഈ ടൂറിസവും എല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നമുക്ക് ഏകദേശം 2 കിലോമീറ്ററോളം അകത്തോട്ട് വരുന്നുണ്ട് ഈ നടപ്പാത എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നടക്കുന്ന സമയത്ത് അറിയാം, ഇതിനകത്ത് നടക്കുന്നതെല്ലാം പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ കഞ്ചാവ്, മയക്കുമരുന്ന് അതിൻ്റെ വിൽപ്പനയും ഉണ്ട്, അതിൻ്റെ ഉപയോഗമുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരാണ് ഈ 10, 18, 20 വയസ്സായ പെൺകൊച്ചുങ്ങളായ ആൺകൊച്ചുങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായിട്ടിരുന്ന് കാണിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നാണം കെട്ട് വേണമെങ്കിൽ കണ്ണുപൊത്തി പോകണം. അതാണ് ഇതിനകത്തെ അവസ്ഥ. എന്തായാലും നല്ലൊരു വികസനം ഇതിനകത്ത് കൊണ്ടുവരണം. സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. നഗരസഭയുടെ ഭാഗത്ത് നിന്നും നമ്മുടെ MLAയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സർക്കാർ കൂടെ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഇതിനൊരു വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം വികസനം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വികസനത്തിനപ്പുറം ഏറ്റവും ഇതെന്ന് പറയുന്നത് നമുക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട്.
അത് മാറിക്കിട്ടും. അത് തന്നെയാണ് ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സ് വില്ലയുണ്ട്, അതിൻ്റെ പുറം സൈഡ്. അതുപോലെ ഈ നമ്മുടെ ഈ വലത് സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കായലിൻ്റെ അത്രയും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. നമുക്ക് നഗരസഭയ്ക്കായാലും കുറച്ച് ദിവസം നല്ലൊരു വികസനം വന്നു കഴിയുമ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു വികസനം കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ KSEBയും നഗരസഭയോട്ട് ചേർന്നുകൊണ്ട് ഫുൾ തെരുവ് വിളക്കുകൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഒരു 200-250ഓളം ലൈറ്റുകൾ ഈ ഭാഗത്ത് വരും ദിവസങ്ങളിൽ കത്തിത്തുടങ്ങും. അത് വന്നു കഴിയുമ്പം തന്നെ ഏകദേശം ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും. എന്തായാലും സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ മുന്നോട്ടുള്ള വികസനത്തിന് അത്യാവശ്യമാണ്. അതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ടൂറിസം മന്ത്രിയോട് എടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ടൂറിസം മന്ത്രി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ടൂറിസം മന്ത്രി നമുക്കറിയാമല്ലോ, സ്വന്തം സ്ഥലമാണ്, എന്നിട്ട് യാതൊരുവിധ വികസനവും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കുറച്ചു മുമ്പേ സൂചിപ്പിച്ചതുപോലെ എല്ലാം കയ്യേറ്റങ്ങളാണ്. എല്ലാ കയ്യേറ്റങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ഇവിടെ കയ്യേറിയിരിക്കുന്നത്. അതിനെല്ലാം വരും ദിവസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം പുറം ലോകം അറിഞ്ഞു തുടങ്ങും. എന്തായാലും മേയറുടെ പൂർണ്ണ പിന്തുണയുണ്ട്. തീർച്ചയായിട്ടും മേയറാണ് ഇവിടുത്തെ വികസനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ചവറ് വേസ്റ്റ് പിടിച്ചതോടുകൂടിയാണ് ഇവിടുത്തെ വികസനത്തിന് ഞങ്ങളൊരു തുടക്കം കുറിക്കുന്നത്. പിന്നെ അസോസിയേഷനായാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും വരുന്ന ഒരു വർഷം ആകുമ്പോൾ തന്നെ അതിന് നല്ലൊരു വികസനവും നല്ലൊരു മാറ്റവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. എന്തായാലും സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതും ഈ വൃത്തിയാക്കുന്നതും ഒരു തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും മേയറുടെ ഒരു സപ്പോർട്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത്. മേയറിൻ്റെയും KSEBയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ആദ്യ തുടക്കം. എത്രയും പെട്ടെന്ന് പ്രോജക്റ്റുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ്. അതുപോലെ ഫുഡ് സ്ട്രീറ്റിൻ്റെ പ്രോജക്റ്റ് നമുക്ക് നടന്നു വരുന്നു. എന്തായാലും നല്ലൊരു വികസനം, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസനം വരും. അപ്പോഴും ടൂറിസം നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്, ടൂറിസത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ഈ നടപ്പാതയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കോർപ്പറേഷനും റൈറ്റ് സൈഡ് ടൂറിസമാണ്. അപ്പോൾ ടൂറിസം കൂടെ നമുക്ക് സപ്പോർട്ട് തന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ വിജയത്തിലെത്താൻ പറ്റുള്ളൂ. വികസനം എന്ന് പറയുന്നത് ഓടകളും മേൽപ്പാലങ്ങളും മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, കാരണം ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പോലും ഇഴജന്തുക്കളുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. ആ ഭാഗത്ത് വേണം ശരിക്കുമുള്ള വികസനങ്ങൾ നടപ്പിലാക്കാൻ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. വലിയ രീതിയിലുള്ള കാടാണ്. നമ്മൾ തന്നെ വന്നപ്പോൾ ഞെട്ടിപ്പോകുന്ന കാഴ്ച. ഇതിനൊരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ചില ജോലികൾ തുടങ്ങി വച്ചിരിക്കുന്നത്. പിന്നെ ഈ നാട്ടുകാരിൽ നല്ലൊരു പങ്ക് ആൾക്കാർക്കും വൈകുന്നേരം നടക്കാനൊരു സൗകര്യമുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ കുടുംബസമേതം ഇപ്പോൾ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പുറമേ നിന്നുള്ള ആൾക്കാർ വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ് ഇവിടെ പാർക്ക് ചെയ്യും. അപ്പോൾ അത് കാരണം ആർക്കും ഇങ്ങോട്ടിപ്പം അതിനുശേഷം വരാൻ പറ്റില്ല. ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ, 2 കിലോമീറ്ററോളം നടക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷേ അതിനിപ്പോൾ കഴിയുന്നില്ല. അത് ഈ സർക്കാർ അതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്നുള്ള വിശ്വാസമാണ്. ഞാൻ ഈ സമീപ റെസിഡൻസിൻ്റെ പ്രസിഡൻ്റാണ്. ഇതിപ്പോൾ ഇവിടെ അനാവശ്യമായ ഒരുപാട് പ്രവർത്തികൾ അടക്കം നടക്കുന്നു എന്നാണ് പറയുന്നത്. നടക്കുന്നുള്ളൊരു തെളിവ് നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ പലതും കണ്ടല്ലോ. എന്തായാലും ഇവിടുത്തെ കൗൺസിലർ ജയ രാജീവ് നമ്മളോട് വ്യക്തമാക്കുന്നത്, ഇവിടെ ചില സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത് എന്നാണ്. വലിയ രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, അതുകൂടാതെ ഇഴജന്തുക്കളുടെ ശല്യമെല്ലാം തന്നെ വലിയ രീതിയിൽ അനുഭവപ്പെടുന്നു. കാടല്ല, കൊടും കാടാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തായാലും അതിന് ശാശ്വതമായൊരു പരിഹാരം തിരുവനന്തപുരം നഗരസഭ നിലവിലിപ്പോൾ കാണുകയാണ്. അതായത് നടപ്പാത പൂർണ്ണമായും വൃത്തിയാക്കുന്നു. ഏകദേശം 2 കിലോമീറ്ററിലധികം വരുന്ന നടപ്പാതയാണ് ഈ ആക്കുളം കായലിന് ചുറ്റുമായി നിലനിൽക്കുന്നത്. ആ ഒരു പാത നിലവിലിപ്പോൾ വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പണികൾ പ്രാഥമിക ഘട്ടം എന്നോണം നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നാണ് കൗൺസിലർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും അതുകൂടാതെ എടുത്തു പറയാനുള്ളത്, ഇവിടെ വഴിയോര കച്ചവടം ഉൾപ്പെടെ വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് മേയറും നമുക്ക് നൽകുന്നത്. അത് വന്നാൽ തന്നെ അതിൻ്റെ വേസ്റ്റ് ഈ കായലിൽ നിക്ഷേപിക്കാനുള്ള സാധ്യതയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ കാടെല്ലാം തന്നെ പിടിച്ചു കിടക്കുന്ന, കാടല്ല വലിയ മരങ്ങൾ പോലെ ഇത്തരത്തിൽ വൃക്ഷങ്ങളെല്ലാം തന്നെ കായലിൽ പൊങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു നടപ്പാത വൃത്തിയാക്കുന്നുണ്ട് എങ്കിലും പ്രധാനമായും വൃത്തിയാക്കേണ്ടത് ഈ ആക്കുളം കായൽ തന്നെയാണ്. അതിന് സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. ഈ വാർത്ത ടൂറിസം മന്ത്രി കാണും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ നിരവധി തവണ പറഞ്ഞതാണ്,
ടൂറിസം മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറേണ്ട സ്ഥലമാണ് ആക്കുളം കായൽ എന്ന് പറയുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.